അലീനയെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ സ്റ്റാലിൻ അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, അലീനയെ ഒരു നോക്ക് ആദ്യമായി കാണുന്ന സ്റ്റാലിൻ ആ സത്യം തിരിച്ചറിയുകയാണ്. താൻ സംശയിച്ചതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ സ്റ്റാലിൻ. സത്യം പറഞ്ഞാൽ അലീന തൻ്റെ പുത്രി തന്നെയാണ്, തൻ്റെ മകൾ. അവൾക്ക് ലഭിച്ചിരിക്കുന്നത് തൻ്റെ അമ്മയുടെ അതേ മുഖമാണ്, മുഖഛായയാണ് എന്ന് തിരിച്ചറിയുന്ന സ്റ്റാലിൻ തൻ്റെ അമ്മയെ കാണുന്നത് പോലെ അലീനയെ കാണുന്നു. അതോടുകൂടി തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് സ്റ്റാലിൻ, അവൾ തൻ്റെ അമ്മയെപ്പോലെയാണ്, തൻ്റെ അമ്മയുടെ ഫേസ് കട്ടാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ നോക്കി നിന്നു പോയത് എന്ന് പറയുന്നു. നിങ്ങളെനിക്ക് വിശ്വാസമായി മിസ്റ്റർ മേനോൻ എന്ന് സ്റ്റാലിൻ പറയുന്നു. അല്ല മിസ്റ്റർ സ്റ്റാലിൻ, നിങ്ങൾ അലീനയെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇനിയും എൻ്റെ മകളെ ഒരു അനാഥയായി ഇങ്ങനെ കഴിയാനായിട്ട് വിടാനായിട്ട് ഒരുക്കമല്ല. ഞാൻ നിങ്ങളെ സംശയിച്ചിരുന്നു, നിങ്ങൾ എന്നിൽ നിന്നും കാശടിച്ചു മാറ്റാനായിട്ടുള്ള വല്ല പണിയാണോന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ഇനി താൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവളെ അധികം വൈകാതെ തന്നെ തൻ്റെ ഒപ്പം കൊണ്ടുപോകണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹവും തൻ്റെ ആവശ്യവുമെന്ന് നമ്മുടെ ബാലചന്ദ്രനോട് സ്റ്റാലിൻ പറയുകയാണ്. ഇതേ സമയം നിങ്ങൾ അച്ഛനാണെന്ന് അവളോട് പറയണ്ടേ, അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കണം. അറിയിക്കാതെ ഞാൻ അവളെ എന്തായാലും നിങ്ങളുടെ കൂടെ വിടില്ല സ്റ്റാലിൻ. നിങ്ങളത് പറഞ്ഞ് എന്ത് ചെയ്യണം, അവളെ കൂട്ടിക്കൊണ്ട് പോകണം, അവൾക്ക് അച്ഛൻ്റെ ഒരു സ്നേഹം കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെയിരിക്കെ നമ്മുടെ ബാലചന്ദ്രൻ്റെ ആ ആവശ്യവും സ്റ്റാലിൻ അംഗീകരിക്കുകയാണ്. അതായത് തൻ്റെ അമ്മ പോയപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടവനാണ് സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയുടെ മുഖച്ഛായ തൻ്റെ അമ്മയുടെ മകൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെ മകളെയും കൊണ്ട് സ്റ്റാലിൻ പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. തൻ്റെ വീട്ടിൽ അവളെ ഒരു രാജകുമാരിയെ പോലെ വാഴിക്കാമെന്നുള്ളൊരു ചിന്ത സ്റ്റാലിൻ്റെ മുഖത്തുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ ബാലചന്ദ്രനിൽ നിന്നും അലീനയെ സ്വന്തമാക്കുന്നത് എന്ന് കാണാം. തൻ്റെ മകളുടെ അവകാശം മൊത്തം പൂർണ്ണമായി സ്റ്റാലിൻ ഏറ്റെടുക്കുകയാണ് എന്നും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.